ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ അതാ ഞങ്ങൾ നാറമ്പിലാണ് കേട്ടോ. നാറമ്പിൽ ഇത് ആയുർവേദമാണോ അലോപ്പതിയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് അസ്മിക്കുട്ടനിക്ക് മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. നല്ല കൊഴിയുന്നില്ല, അതിന് കുറച്ചൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. ഇവിടെ കാണിച്ചാൽ മതി ചിലവരൊക്കെ പറഞ്ഞ്. അപ്പോൾ കാണിക്കാൻ വേണ്ടി വന്നാണ്. ഇതേ വീഡിയോസ് എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അഭ്യാസമാണ് കേട്ടോ അവന് കാണിക്കണേ. ഒന്ന് ചിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അതാ ഡോക്ടറൊക്കെ കാണിച്ചു, മരുന്ന് തന്ന്. പിന്നെ അവനക്ക് ചെറുതായിട്ട് ചുമക്കണുണ്ട്, പനിക്കണില്ല, ചുമയും ജലദോഷമുണ്ട്. അപ്പോൾ ആ കാരണം ഞാൻ അന്ന് സ്കൂൾക്ക് പറഞ്ഞയച്ചില്ല കേട്ടോ. അപ്പോൾ ഡോക്ടറൊക്കെ കണ്ടു. ഇതേ അവനക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒക്കെ കാണിച്ചതിന് ശേഷം അതാ ഞാൻ ചെരുപ്പ് വാങ്ങി കൊടുക്കാൻ വിചാരിച്ചു. നാറമ്പിൽ തന്നെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മുടെ ക്ലിനിക്കിൻ്റെ അടുത്ത് തന്നെ കേട്ടോ അതുള്ളത്. അപ്പോൾ അവിടുന്ന് ചെരുപ്പൊക്കെ എടുത്തു. എനിക്ക് വീട്ടിലേക്ക് പോകാനുണ്ട് ഗായ്സ്. അപ്പോൾ ഇതാ ഞങ്ങൾ പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. എങ്ങടാ പോണത്? എൻ്റെ വീട്ടിൽ നിന്ന് നോമ്പ് തുറയാണ്. നാളെ ആങ്ങളെ ഗൾഫിൽ പോവുകയാണ്. അപ്പോൾ 2 മാസത്തിന് ശേഷം ആങ്ങളെ ഗൾഫിൽ പോവുകയാണ്. അപ്പോൾ പിന്നെന്താ വേറെന്താ, പസ്മിക്കുട്ടൻ വീട്ടിലൊക്കെ പോയി കുളിച്ച് ഫ്രഷായി വന്ന് ഞങ്ങൾക്ക് ഇനി 2:10 ബസ് ഉണ്ടായി. ഇനി പോവാൻ ചിറ്റാണ് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ 2:10 ബസ്സിനാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ തന്നെ മോനിക്ക് ജലദോഷം ചുമയും കുറച്ച് കൂടിയെന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുറ്റിപ്പുറം ഗവൺമെൻറ് ആശുപത്രികളെ കാണിച്ച് അവൻ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി രാത്രി ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അതാ ഞാൻ OP ടിക്കറ്റൊക്കെ എടുത്തു. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇരിക്കേണ്ട തിരക്കുണ്ട്. ഞാൻ വന്നപ്പോൾ 2ാമത്തെ ടോക്കൻ്റെ ആയിട്ടുള്ളൂ. എൻ്റേത് 14ാമത്തെ ടോക്കൻ കേട്ടോ. പക്ഷേ വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കാണിച്ചു. ഇതാ ഗായ്സ്, ഒന്നും പറയാനില്ല, നട്ടപ്പുറ വെയിലാണ് കേട്ടോ. എന്തേലും കാണാണ്ടോ? എനിക്കൊന്നും കാണാനില്ല, കണ്ണൊക്കെ ആകെ മഞ്ഞളിച്ചിട്ട് വെയിൽ കൊണ്ട് ഇട്ടുക. കണ്ട സൂര്യൻ തലക്ക് നിൽക്കണ്. അപ്പം ഞാൻ സ്ഥിരം വരുന്ന ബസ്സിലല്ല വന്നത്. ഞാൻ 2:10 റെയിൻബോ ബസ് ഉണ്ടായിനാണ് കേട്ടോ വന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തി. പക്ഷേ ഈ വെയിലാണ് സഹിക്കാൻ വഞ്ഞത്. വാ പുന്നോ, വാ. അയ്യോ, അവ ഒപ്പം വിളിക്കാൻ വരാമെന്ന് പറഞ്ഞാണ്. ഉപ്പനെ കാണാനില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ നിരാശയിലാണ് അസ്മി കുട്ടതേ കണ്ട കേടാ. വാ. അപ്പോൾ ഞങ്ങൾ സമയമൊക്കെ ആയപ്പോൾ നോമ്പൊക്കെ തുറന്നു. പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ടൻ നല്ല ഛർദിയായിരുന്നു കേട്ടോ. ഛർദി ഒരു 3-4 തവണ ഒക്കെ ഛർദിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ ചായയും കടി കേട്ടോ. പിന്നെ വെള്ളപ്പം എൻ്റെ സ്പെഷ്യലാണ്. ഞാൻ പത്തിരിയും പൊറോട്ടയും ഞാൻ കഴിക്കാത്തതുകൊണ്ടാണ് എനിക്ക് വെള്ളപ്പം കൊണ്ടുവന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ തോന്നി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ടനിക്ക് ഛർദി കൂടിയെന്ന് കണ്ടപ്പോൾ പറഞ്ഞ് നമുക്ക് പോകാമെന്ന്. ഒരു തല ആങ്ങളെ ഗൾഫിലേക്ക് പോകാനുള്ള പെട്ടി കെട്ടുന്ന തിരക്കും വിരുന്നേരെ വരവും ഒക്കെ കൂടിയാണ്. അതിൻ്റെ ഇടയിലാണ് അസ്മിക്കുട്ടനിക്ക് തീരെ വയ്യാണ്ടായിട്ടാ. അപ്പോൾ പറഞ്ഞ് എന്തായാലും വേണ്ടില്ല, രാത്രിയായ ബുദ്ധിമുട്ടില്ലെന്നുണ്ട്. ഞങ്ങളിതേ കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ കണ്ടിട്ടാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒന്ന് ആവി പിടിക്കുക, കുറച്ചൊന്ന് ചുമ കൂടുതലായതുകൊണ്ട് ആവി ഒന്ന് പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡോസ് മരുന്നൊക്കെ കൊടുത്തു. പിന്നെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഡോസും കൂടി കൊടുത്തതിന് ശേഷം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ്. ഇപ്പോൾ ആൾ കുറച്ചൊക്കെ ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള കാരണം അസ്മിക്കുട്ടനിക്ക് തീരെ ഒരു സമാധാനം ഇല്ല കേട്ടോ. അവിടെ കിടക്കാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അന്നതാ 11 മണിയൊക്കെ ആയി. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി പോയി വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ.